വാഹനം വരുന്നുണ്ടല്ലോ. സുഹൃത്തുക്കളെ, നല്ല കനത്ത മഴ കേട്ടോ. ഒരു ഇപ്പോൾ ഉച്ച ടൈം 2 മണി ടൈമാണ്. നല്ല മഴ. നമ്മളിപ്പോൾ നമ്മളെ വീടിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ളൊരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇന്നത്തെ കാലാവസ്ഥ എന്താ പറഞ്ഞാൽ, പലരും നമ്മളോട് ചോദിച്ചിരുന്നു ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇനി എവിടെയൊക്കെ കളിയുള്ളത്. ഫൈനൽ ഒരുപാട് നടക്കാണ്ട്, 5-8 ഖണ്ഡങ്ങൾ അല്ലേ, അങ്ങനെ പറയാമല്ലേ. സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഫൈനൽ മത്സരങ്ങൾ ഇനി നടക്കാണ്ട് പലയിടത്തുമായിട്ട്. ഇപ്പോൾ അരീക്കോടുണ്ട്, മഞ്ചേരിയിലുണ്ട്, കൊണ്ടോട്ടിയിലുണ്ട്, അതുപോലെ കാസർഗോഡ് ജില്ലയിലുണ്ട്, ആലുവയിലുണ്ട്. പലയിടത്തായിട്ട് മത്സരങ്ങളുണ്ട്. ഫൈനൽ പോരാട്ടമുണ്ട് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ്. പക്ഷേ ഇന്ന് മുതൽ നല്ല മഴയാണ്. ഇപ്പോൾ സമയത്ര ഞങ്ങൾ 2 മണി ടൈമാണ്. അപ്പോൾ ഞാൻ പുറത്തേക്കൊന്ന് വീഡിയോ കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഈ കോലത്തിലൊക്കെ എങ്ങനെ ആയിരിക്കും നമ്മളെ കളികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് സമയം എടുക്കും. ഏതായാലും ഞാൻ ഇന്നത്തെ ഒരു കാലാവസ്ഥ, ഇന്നത്തെ ഒരു ഉച്ച ടൈം നോക്കി, ഒരു വൈകുന്നേരം 6 മണിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നുണ്ട്. ഒരു വൈകുന്നേരത്തെ ഒരു 6 മണി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നല്ല മഴയാണ്. പലവരും ഇന്ന് എവിടെ ലൈവ് എന്നൊക്കെ ചോദിച്ചിരുന്നു, ഫുട്ബോൾ ലൈവ്. ഇന്ന് എവിടെയാണ് നമ്മുടെ ഫുട്ബോളിൻ്റെ ലൈവ് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ, അവിടെ ഒരു വാഹനം വരുന്നുണ്ടല്ലോ. ലൈറ്റിട്ടാ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കിട്ടുക. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഏരിയയാണ്. ഞാൻ ഇതിൻ്റെ മുന്നൊക്കെ ഞങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ എന്താ മഴ ഒക്കെ, ചെറിയ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ പുല്ലുകളൊക്കെ മുളച്ച്, പുല്ലാണിൻ്റെ ഇല, അപ്പ ഇല, അതുപോലെ നല്ല പച്ചപ്പുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഏരിയ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. നല്ല ഇരുട്ടിച്ച് നിൽക്കണ്ട, ഇരുട്ടിച്ച് നിൽക്കണം. അപ്പോൾ സുഹൃത്തുക്കൾ, ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഈ കോലത്തിലാണ് നമ്മൾ ലൈവൊക്കെ കുറച്ച് നിൽക്കും. അതുപോലെ കളി, പ്രത്യേകിച്ച് നമുക്കിതിൽ പറയാനുള്ളത്, അഖിലേന്ത്യാ സെവൻസിൻ്റെ ഞാൻ ലൈവിലൊക്കെ പറയാറുണ്ട്, ഇത് പൂർത്തീകരിക്കണമെങ്കിൽ കാലാവസ്ഥ അനുകൂലമാകണം കളിക്ക്. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ സെവൻസ് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ നല്ല ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. ഇങ്ങനെ ഇത് 2-3 ദിവസം കാലാവസ്ഥ നിരീക്ഷണം നമുക്കറിയാം. ഇനി തുടർച്ചയായിട്ട് കുറച്ച് ദിവസം മഴ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കളി തുടങ്ങുക. അപ്പോൾ തിരുരങ്ങാടിയിൽ കളിയുണ്ട്. പക്ഷേ കൂരിയാട് ഫൂബ സോക്കർ അറീന ഗ്രൗണ്ടിലെ കളി നമ്മൾ ഇട്ടിരുന്നു. അതിപ്പോൾ കളി ഈ മഴ നിർത്തി വെച്ചത് ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെ പിന്നെ കൂരിയാട് അണ്ടർപാസിൻ്റെ ഭാഗം ഇടിഞ്ഞതുകൊണ്ടൊക്കെ തന്നെ, അണ്ടർപാസിൻ്റെ ആ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പോയ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതിനെക്കൊണ്ടൊക്കെ തന്നെ അവിടെ ഇനി കളികളില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ കളി ഫൈനൽ പൂർത്തീകരിക്കാതെ തന്നെ അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളത് തിരുരങ്ങാടിയിലാണ്. അവിടെ പിന്നെ മഴ പെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ആ സമയത്ത് ഒരു ദിവസം മഴ പെയ്താലും പിറ്റേ ദിവസം ഒരു വെയിലടിച്ചാൽ കളിക്കാൻ പറ്റിയ സൗകര്യമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ എന്തായാലും പലയിടത്തായിട്ട് അഖിലേന്ത്യൻ്റെ കളികൾ പൂർത്തീകരിക്കാറുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതൊക്കെ പൂർത്തീകരിച്ച് ഇനി ഈ സീസണിലെ കളി അവസാനിപ്പിക്കേണ്ട ഓരോ കമ്മിറ്റികൾക്ക്. അപ്പോൾ വളരെ പ്രയാസത്തിലാണ് കമ്മിറ്റികളൊക്കെ. പെട്ടെന്നൊക്കെ പൂർത്തീകരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. നല്ലൊരു കാലാവസ്ഥ കിട്ടിയാലിപ്പോൾ എന്താണ് കാസർഗോഡ് ഭാഗത്താണ് തോന്നുന്നു. പിന്നെ കടവത്തൂർ, നമ്മൾ പറഞ്ഞത് കടവത്തൂരിൽ ഇപ്പോൾ ചെയ്ത പോലെ ആക്കേണ്ടി വരും. ഇനി മറ്റുള്ളതൊക്കെ കടവത്തൂർ ഇപ്പോൾ ഒരു ദിവസം തന്നെ 3 കളി വെക്കാനുള്ള പരിപാടിയാണ്. ഫസ്റ്റ് ലെഗ്, സെക്കൻഡ് ലെഗ്, സെമി, പിന്നെ ഫൈനൽ പോരാട്ടം. 6 മണിക്ക് തുടങ്ങിയിട്ട് 7 മണി, 7 മണി മുതൽ 8 മണി, 8 മണി മുതൽ 9 മണി, അങ്ങനെയൊക്കെ ആയിട്ട് ഫൈനൽ വരെ പൂർത്തീകരിക്കാനുള്ള പരിപാടികളാണ്. കിട്ടിയ കാലാവസ്ഥ അനുയോജ്യമായി വരുന്ന സമയത്ത് എന്താണ് സ്ഥലത്തിൻ്റെ പേര്, കടവത്തൂരിൽ അങ്ങനെയാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതങ്ങനെ പലയിടത്തും പെട്ടെന്ന് പൂർത്തീകരിക്കും ഇതുപോലത്തെ ചെയ്തിട്ട്. അപ്പോൾ ഓക്കെ, ഏതായാലും ഞാൻ ഇന്നത്തെ അന്തരീക്ഷം, പൊതുവേ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാനാണ് നമ്മളെ ഈ പ്രദേശത്തൊക്കെ. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ഒരു വീഡിയോ, പലവരും ലൈവ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചവർക്ക് ലൈവ് ഉണ്ടാവുമോ എന്നൊക്കെ പലവരും വാട്സപ്പിലും അതുപോലെ ഇപ്പോൾ എന്താ കാലാവസ്ഥ എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ്. നല്ല ഇരുട്ടിച്ച് സമയം 2 മണി കേട്ടോ, ഉച്ച 2 മണിക്കാണ്. ഒരു 6 മണിൻ്റെ വൈകുന്നേരം 6 മണി ടൈമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. ഇപ്പോൾ നോക്കി നിങ്ങൾ
കണ്ടില്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ലൈവ് ഇവിടെ എന്നൊക്കെ പറഞ്ഞവരത് വിളിക്കുന്നത്. അപ്പോൾ ലൈവ് എന്താണെന്നുള്ളത്, ലൈവിൻ്റെ ഒരു അവസ്ഥ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, ഓരോ ഫുട്ബോൾ കമ്മിറ്റിക്കും ഈ ഇങ്ങനത്തെ കാലാവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റുന്നുള്ളതാണ്. മഴ ഇല്ലാത്ത സമയത്ത് അതല്ലെങ്കിൽ സമയമെടുക്കും, ടൈം എടുക്കും. അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞ് നല്ലൊരു അന്തരീക്ഷത്തിൽ കളി നടക്കുമ്പോൾ നമ്മൾ ലൈവുമായിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, എല്ലാവരും ബൈ.